കുണ്ടള ഡാമിൻ്റെ ഭാഗത്തെത്തി നമ്മൾ. ഇവിടെ നിന്ന് എൻട്രൻസ് ഈ വഴിയാണ് നമുക്ക് അകത്തേക്ക് കയറേണ്ടത്. ഒരു സെക്യൂരിറ്റി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കേണ്ടി വരുമോ എന്താണെന്ന് അറിയില്ല. 10 രൂപ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ തന്നെ. ഇനി അവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരുമായിരിക്കും. ഇത് ബൈക്ക് എൻട്രി ചെയ്യുന്നതിനാണ് 10 രൂപ മേടിക്കുന്നത്. വണ്ടി ഇവിടെ റോട്ടിൽ വെക്കണ്ടേ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയായിട്ട് പോവാം. എന്നാ കേട്ടോ പോയിക്കോട്ടെ. ഇവിടെ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയതിൻ്റെ ഒരു തിരക്കുറവ് കാണുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇതാ ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിൽ കൂടി തന്നെയാണ് ബൈക്ക് ഓടിച്ച് പോകുന്നത് കേട്ടോ. പിന്നെ അപ്പുറത്ത് ചെന്നിട്ടാണ് ആ സൈഡിലാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതാണ് ഷട്ടർ കണ്ട ഓപ്പൺ ചെയ്യണത്. ഈ മെഷീനാണ് ഇതൊക്കെ. ഇവിടെയും ഫോട്ടോ ഷൂട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ട അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഇവിടെ എന്താ, ഇവിടെ ഇഷ്ടം പോലെ ഈ മരങ്ങളാണ് നിൽക്കുന്നത്. യൂക്കാലിപ്സ് മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് 2 സൈഡിലും. എടുത്തായിരുന്നു ചേട്ടാ? ഞങ്ങളിപ്പോൾ എടുത്തത് 2 പ്രിന്റ് ബാഗിലുണ്ട്. ഇവിടെ ഡാമിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടുള്ള വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ബോട്ടിങ്ങിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. പെഡൽ ബോട്ട് 400, പിന്നെ ഉള്ളതൊക്കെ 500, അങ്ങനെ പല റേറ്റിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോട്ടിങ്ങിനാണെങ്കിൽ മാത്രം നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ ചാർജൊന്നുമില്ല. ഇവിടെ കയറുന്നതിനൊന്നും വേറെ സെപ്പറേറ്റ് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ആകെ നമ്മൾ ആ ബൈക്ക് പാർക്കിങ്ങിൻ്റെ ഒരു 10 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെയും കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ വളരെ ആൾക്കാർ കുറവാണ്. അതിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ മരങ്ങളിങ്ങനെ ഇവിടെ വളർന്നു നിൽക്കുന്ന നല്ല രസമാണ് ഇവിടെ. നമുക്ക് ആ പുഴയുടെ അടുത്തേക്ക് പോയിട്ട് അവിടുത്തെ വ്യൂ നോക്കാം. ആ ഒരു ഫ്ലോട്ടിങ് ഇത് കണ്ട ജെട്ടിയാണ് ആ കാണുന്നത്. അതിൻ്റെ മുകളിൽ ആൾക്കാർ കയറി നിൽക്കുന്നതൊക്കെ. ഇവിടെ അതുപോലെ തന്നെ ചെറിയൊരു ഫ്ലോട്ടിങ് ജെട്ടി ഉണ്ട്. അതിന്മേൽ കയറിയിട്ടാണ് കൊട്ടവഞ്ചിയിലേക്ക് ആൾക്കാർ കയറുന്നത്. കണ്ട കുറച്ച് പേര് ഇവിടെ ടിക്കറ്റ് എടുത്ത് ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കയറുകയാണ്. അവിടെ ഒരു വേറൊരു കൊട്ടവഞ്ചി കൂടി കിടപ്പുണ്ട്. പിന്നെ അതേ ഒരു ഫൈബർ ബോട്ട് ഒരു 4 എണ്ണം വേറെ കിടക്കുന്നു. ഉണ്ടോ ഇപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് ഈ സമയത്തൊക്കെ ബോട്ടിങ്ങൊക്കെ പോയാൽ നല്ലൊരു രസമായിരിക്കും. കൊട്ടവഞ്ചി പോകണണ്ട 4 പേരും പിന്നെ ഒരു ഡ്രൈവറുമാണ് അതിനകത്തുള്ളത്. ഇതിങ്ങനെ ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് വിടുമായിരിക്കും. നമ്മളപ്പോൾ കുണ്ടല ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങാണ്. അയ്യോ ജീപ്പ് ഒരെണ്ണം മനുണ്ടല്ലോ. അതവിടെ നിർത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, 2 വീലർ പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഒരു കാർ കൂടി വരുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഒന്നും ഇവിടെ ഒതുക്കാം. 2-3 കാർ വരുന്നുണ്ട്. ഇതാണ്ട ഡാമിൽ നിന്ന് വിടുന്ന വെള്ളം പോകുന്ന ഈ വഴിയാണ്. അടിപൊളി. ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്.
ഇത് കണ്ട, ഇത് ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഈ കാണുന്നത്. അതിൻ്റെ പേര് ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഞാൻ കൃത്യം ഓർക്കുന്നില്ല. ഇതുണ്ട്, ഇവിടെ ഫുള്ള് കൃഷി സംഭവങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നത്. ക്യാരറ്റ് കൃഷിയൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതലും കാണുന്നത്. ഇവിടെ എന്തൊരു പാർക്ക് പോലത്തെ സെറ്റപ്പൊക്കെയാണല്ലോ കാണുന്നത്. കണ്ടോ, അടച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ ഈ മുളയൊക്കെ വെച്ചിട്ട് കണ്ടോ, ബെഞ്ചൊക്കെ പണിതിട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇതൊക്കെ പൊളിഞ്ഞു പോയി. അതുകൊണ്ട് മുകളിൽ ഫുള്ള് കോട ഇറങ്ങിയിരിക്കുകയാണ് ആ കാണുന്നതല്ല. എങ്ങനെയുണ്ട്, അടിപൊളി വ്യൂ അല്ലേ? ഇവിടെ നമ്മളുടെ ബൈക്കൊക്കെ ഇവിടെ ഒന്ന് സെറ്റാക്കി വെച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടുന്ന വിധത്തിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ അടിപൊളി ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്തു. അതിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യുന്നത്. എല്ലപ്പെട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് കാണുന്നത്. ഞാൻ നേരത്തെ ആ വ്യൂ പോയിന്റിൽ നിന്ന് കാണിച്ചു തന്നില്ല, അതിൻ്റെ ഒരു മറ്റൊരു സൈഡാണിത്. ഇവിടെ ക്യാരറ്റൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അതാണ് അവിടെ തോട്ടത്തിൽ കാണുന്നത്. ക്യാരറ്റ് കൃഷിയാണ് കൂടുതൽ ഇവിടെ നടക്കുന്നത്. ഇവിടെ ചെറിയൊരു കപ്പകളൊക്കെ ഉണ്ട്. നമ്മൾ ചെല്ലുന്നതാണ് അവരുടെ ചെറിയൊരു ടൗൺ ഏരിയ. അവിടുത്തെ ഈ ഒരു ഗ്രാമപ്രദേശത്തെ അത്യാവശ്യം കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണിത്. ഇവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ ആ മരങ്ങൾ നിൽക്കുന്നുണ്ട, എന്ത് ഭംഗിയാന്ന് നോക്കി. ഈ സൈഡിൽ ഈ ഒരു ചെടി നല്ല രസമുണ്ട്. ഇവിടേക്ക് ഇപ്പം ഇതുപോലുള്ള കടകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നില്ല, എല്ലാം അടച്ച് ഇട്ടിരിക്കുക. കുറേയൊക്കെ നശിച്ചൊക്കെ പോയിരുന്നു. ഇപ്പം എല്ലാം എന്തായാലും രണ്ടാമതെല്ലാം നന്നാക്കി അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആളുകളെല്ലാം വന്നു തുടങ്ങി. ഇനി ഇതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രാമം ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഞാൻ അതേ വണ്ടി നിർത്തി കാണിച്ചു തരാം. അത് കണ്ട, നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നത് കണ്ടത്. ആ പള്ളിയുടെ അപ്പുറത്തെ വശത്തായിരുന്നു നമ്മൾ ആദ്യം നിന്നിരുന്നത്. ഇതാ ദൂരെ കാണാം, അത് പള്ളിയും പിന്നെ ആ കപ്പകളെയൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെ ഫുള്ള് കൃഷിയാണ് ഈ കാണുന്നത് മുഴുവനും. പിന്നെ അപ്പുറത്തേക്ക് മുഴുവനും തേയിലത്തോട്ടങ്ങളാണ്. കണ്ട, ഇത് കാണുന്നതൊക്കെ നമ്മുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നതെല്ലാം ഈ കാണുന്നതെല്ലാം തേയിലത്തോട്ടങ്ങളാണ്. വേണ്ട, അത് കൃഷിക്ക് വേണ്ടിയുള്ള ആൾക്കാരാണ് അവിടെ മുഴുവനും ആ വീടുകൾ വെച്ചിരിക്കുന്നത്. ആ ഏരിയയിൽ ഒരുപാട് വീടുകൾ വരുന്നുണ്ട്. അതുപോലെ അതേ അപ്പുറത്തെ ഏരിയയിലും ഉണ്ട്. എന്തായാലും നമുക്ക് പോവാം. ഇനി ടോപ്പ് സ്റ്റേഷനിലേക്ക് അധികം ദൂരമില്ല. ഇവിടെ നിന്ന് ഇതായി കിടക്കുന്ന റൂട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് സ്റ്റേഷനിൽ എത്താം. എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് കോടയില്ലാതെ നല്ല വ്യൂ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് പോയി നോക്കാം. ഇവിടുത്തെ കാഴ്ചകളുടെയൊക്കെ ആ ഒരു ഡിഫറൻസ് ഉണ്ടോ? നമ്മൾ ഇത്ര നേരം കണ്ടിരുന്ന പോലത്തെ കാഴ്ചകളല്ല. മലകളുടെയൊക്കെ ആ ഒരു മടക്കുകൾ കണ്ടില്ലേ? ഈ കട പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരാം. കണ്ട ഈ വ്യൂ കണ്ട ഇവിടെ നിന്ന് നമുക്ക് ടോപ്പ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ ഇതുപോലത്തെ ഒരു വലിയൊരു മലയുടെ ടോപ്പിലാണ് നമ്മൾ ചെന്ന് കയറുന്നത്. നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ പരിസരത്ത് എത്തിയിട്ടാ. ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറി പോകുന്നത് വട്ടവടക്കുള്ള റൂട്ടാണ്. പോയി വണ്ടിയൊന്നും വിടുന്നില്ലല്ലോ. ഇതെന്താണ് എല്ലാ വണ്ടികളും ഇവിടെ വെച്ചിരിക്കുന്നത്? കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ.
എനിക്ക് തോന്നുന്നത് നമുക്ക് നടന്നു പോകേണ്ടി വരും വണ്ടി ഇവിടെ വെച്ചിട്ട്. നേരത്തെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റുമായിരുന്നു. കുറേ അകത്തേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് പിന്നെ കുറച്ച് പോയാൽ മതിയായിരുന്നു. അപ്പം എന്തായാലും നോക്കട്ടെ, നമുക്ക് വണ്ടി പിടിച്ചിട്ട് ഇവിടെ നിന്ന് കയറിപ്പോവാം. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് ഇതേ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു. പക്ഷേ ഈ സ്റ്റെപ്പ് വഴിയല്ല ഞങ്ങളിപ്പോൾ ഇറങ്ങിയത്. ഇതായിരുന്നു നേരത്തെ ഇവർ ഇവിടെ പണിത് വെച്ചിരുന്ന സ്റ്റെപ്പ്. പക്ഷേ ഇവിടെ ഇത് കണ്ട, ഇവിടെ ഈ സൈഡൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരിതേ പുതിയ ഒരു വഴി ഇപ്പുറത്തുകൂടി ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ വരുമ്പോഴൊന്നും ഈ വഴി ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട, ഈ ഒരു വഴിയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. നമ്മൾ ഏതാണ്ട് എൻഡിലെത്തി. ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, അധികമൊന്നും നടക്കാനില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് ഇറങ്ങി ആ എൻഡിൽ വരെയും ചെല്ലാം. അങ്ങനെ നമ്മൾ ഏറ്റവും എൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന 2 പാറക്കെട്ടുകൾക്കിടയിലൂടെ നടന്നാൽ ആളുകൾ നിൽക്കുന്ന എൻഡിലെത്താം. അതാണ് ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ടോപ്പ് സ്റ്റേഷൻ്റെ. ഇവിടെ ഈ 360 വ്യൂ ആണ് ഇവിടെ ഫുള്ള്. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന മലയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് അത്ര മുകളിൽ നിന്നാണ് നമ്മൾ വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും എൻഡ് സ്ഥലത്താണ്. ഇവിടെ നിന്നാ കാണുന്നത് കണ്ടത്, ആ താഴെ കാണുന്ന പാറക്കെട്ട്. ഇവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ പറ്റില്ലത്. ഇവിടെ കമ്പി വേലിയിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. കണ്ട, ഇതൊക്കെ പൊളിഞ്ഞു പോയി. നേരത്തെ കുറേ കെട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ. അവൻ്റെ അറ്റത്ത് വെള്ളമൊക്കെ ഒഴുകി വരുന്നത് കാണുന്നുണ്ട്. ഇതൊക്കെ സൂം ചെയ്യാതെ നമുക്ക് പറ്റില്ല കാണാൻ ക്യാമറയിൽ. കണ്ട, മുകളിലൊക്കെ കോട ഇറങ്ങി വരുന്നുണ്ട്. ഇതുണ്ട്, എത്ര മലകളാണെന്ന് നോക്കി. കണ്ട, ഈ സൈഡിലാണ് ശരിക്കും ഇങ്ങനെ കുത്തനെയുള്ള കുറേ മലകൾ. അതിൻ്റെയൊക്കെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്താ അടിപൊളിയായിരിക്കുമല്ലേ. അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ നമുക്ക് ദൂരെ കണ്ട ആ ഒരു ഓപ്പൺ സ്പേസിൽ കുറേ ബീഡി മില്ലുകൾ കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്ന കൊടൈക്കനാൽ ഏരിയ അല്ലെങ്കിൽ തമിഴ്നാട് സൈഡാണെന്നാണ് തോന്നുന്നത്. ഇതെന്താ കംപ്ലീറ്റ് കൂടെ മാറി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. പല സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ല വ്യൂ കിട്ടാറില്ല. ഇന്നെന്തോ നല്ല ഭാഗ്യമുള്ള ദിവസമാണ്. മഴയും മാറി നിന്ന് രാവിലെ തുടങ്ങി ഇതുവരെ മഴ പെയ്തിട്ടില്ല. കോട വന്ന് തുടങ്ങി. അതെ, എന്തായാലും എന്താ ഇപ്പോൾ നമുക്ക് ഇത്രയും സമയം ഇതെല്ലാം നല്ല ക്ലീനായിട്ട് കാണാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ദൈവം ഒരുക്കി തന്നു. ഇപ്പോൾ അതായത് നമ്മൾ ഇറങ്ങുമ്പോൾ കോട വന്ന് തുടങ്ങുന്നുണ്ട് പല സ്ഥലത്ത്. അപ്പോൾ നമ്മളുടെ മൂന്നാർ ട്രിപ്പ് ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് നല്ല വീഡിയോകളായിട്ട് ഉടനെ തന്നെ കാണാം. ഇനി അടുത്ത ട്രിപ്പുകൾ എവിടെയൊക്കെയാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഉടനെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അടുത്ത ട്രിപ്പൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. നമ്മളിനി മാക്സിമം നന്നായിട്ട് നല്ല വീഡിയോകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, കാണാം. ഗുഡ് ബൈ.